സ്വർണ്ണപ്പണയുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഉത്തരവ് 2026 ഏപ്രിൽ 1 മുതൽ നിലവിൽ വരികയാണ്. നിലവിൽ സ്വർണം പണയം വെച്ചിട്ടുള്ളവരും ഇനി സ്വർണം പണയം വെക്കാൻ ഉദ്ദേശിക്കുന്നവരും ഏപ്രിൽ 1 മുതൽ നടപ്പിലാക്കുന്ന പുതിയ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതിനാൽ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. ഈ വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തെത്തിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ടും തരാം. സ്വർണ്ണപ്പണയുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്കിന്റെ പുതിയ ഉത്തരവ് ഏപ്രിൽ 1 പൂർണ്ണതോതിൽ നിലവിൽ വരും. ജൂണിലാണ് റിസർവ് ബാങ്ക് ഉത്തരവ് പുറത്താക്കിയത്. ചട്ടം പാലിക്കാൻ 6 മാസം സമയം നീട്ടി നൽകണമെന്ന് ഗോൾഡ് ലോൺ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും RBI ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. സ്വർണ്ണപ്പണയ വായ്പ സംബന്ധിച്ച കടുത്ത വ്യവസ്ഥകളിൽ നിന്നും 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. പണയം വെച്ച സ്വർണത്തിന്റെ മൂല്യത്തിന്റെ 75% വരെ മാത്രമേ വായ്പയെ നൽകാവൂ എന്നതായിരുന്നു കരട് മാർഗരേഖയിലെ വ്യവസ്ഥ. എന്നാൽ പ്രതിഷേധത്തെ തുടർന്ന് അന്തിമ വിജ്ഞാപനത്തിൽ 2.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് ഇത് 85% ഉയർത്തി. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ 80%വും 5 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് 75% എന്ന പരിധിയും ബാധകമാകും. ചുരുക്കത്തിൽ ചെറിയ വായ്പകളിൽ വയ്ക്കുന്ന സ്വർണത്തിന് താരതമ്യേന ഉയർന്ന തുക വായ്പയായി ലഭിക്കും. എന്നാൽ മൂല്യം കണക്കാക്കുമ്പോൾ മുതലിനൊപ്പം കാലാവധി പൂർത്തിയാകുമ്പോൾ അടയ്ക്കേണ്ട പലിശയും കണക്കാക്കും. അങ്ങനെ കണക്കാക്കുമ്പോൾ വായ്പയായി ലഭിക്കുന്ന തുകയിൽ കുറവുണ്ടാകാം. ബാങ്കുകൾക്കും ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഈ വ്യവസ്ഥ ബാധകമാണ്. വ്യക്തിയുടെ തിരിച്ചടവ് ശേഷി വിലയിരുത്തുന്നതിൽ 2.5 ലക്ഷം രൂപ വരെ വായ്പ എടുക്കുന്നവർക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. വായ്പയുടെ കാലാവധി തീരുമ്പോൾ പലിശയും മുതലും ഒരുമിച്ചടച്ച് പണയ വസ്തു തിരിച്ചെടുക്കുന്നതാണ് ബുള്ളറ്റ് റീപേയ്മെന്റ് ലോൺ. വരുമാന ഉദ്ദേശത്തോടെ അല്ലാതെ അടിയന്തര വ്യക്തിഗത ആവശ്യങ്ങൾക്കായി എടുക്കുന്ന ഇത്തരം വായ്പകൾ പലിശ അടച്ച് പുതുക്കുന്നതിന് തടസ്സമില്ല. എല്ലാത്തരം സ്വർണ്ണപ്പണയ വായ്പകളിലും കുടിശ്ശികയില്ലെങ്കിൽ മാത്രമേ പുതുക്കൽ അനുവദിക്കൂ. പരമാവധി 1 കിലോഗ്രാം സ്വർണവും 10 കിലോഗ്രാം വരെ വെള്ളിയും മാത്രമേ വായ്പയ്ക്കായിട്ട് പണയം വെക്കാൻ പാടുള്ളൂ. സ്വർണ്ണ നാണയങ്ങളിൽ 50 ഗ്രാമും വെള്ളി നാണയങ്ങളിൽ 500 ഗ്രാമുമാണ് പരിധി. പണയം വെക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം ഉറപ്പിക്കുന്ന രേഖയോ സത്യവാങ്മൂലമോ നൽകണം. മോഷണ സ്വർണം പണയമായി വരുന്നത് ഒഴിവാക്കാനാണ് ഈ പദ്ധതി. വായ്പ തിരിച്ചടച്ചാൽ 7 പ്രവൃത്തി ദിവസത്തിനകം സ്വർണം തിരികെ നൽകണം. വൈകിയാൽ പിന്നീടുള്ള ഓരോ ദിവസത്തിനും 5000 വീതം നഷ്ടപരിഹാരം നൽകണം. ആഭരണങ്ങളും നാണയങ്ങളും ഒഴികെയുള്ള സ്വർണവും വെള്ളിയും പണയത്തിനായി സ്വീകരിക്കില്ല. സ്വർണത്തിന്റെ പരിശുദ്ധി കണക്കാക്കിയാണ് മൂല്യം നിശ്ചയിക്കേണ്ടത്. കഴിഞ്ഞ 30 ദിവസത്തെ വിലയും തലേന്നത്തെ ക്ലോസിംഗ് വിലയും പരിഗണിച്ച് ഇതിലേതാണ് കുറവ് അതിനനുസരിച്ചായിരിക്കും മൂല്യനിർണയം. ആഭരണത്തിലെ കല്ലുകളുടെ മൂല്യം പരിഗണിക്കില്ല. പരിശുദ്ധിയും തൂക്കവും കണക്കാക്കുന്ന രീതികൾ എല്ലാ ബ്രാഞ്ചുകളിലും ഒരേ രീതിയായിരിക്കണം. പണയം വെച്ച സ്വർണം നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാര വ്യവസ്ഥകൾ ഉൾപ്പെടെ ഉപഭോക്താവിനെ അറിയിക്കണം. സ്വർണം സ്വീകരിക്കുമ്പോൾ തൂക്കം, പരിശുദ്ധി, ആഭരണങ്ങൾക്ക് തകരാറുകൾ ഉണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ, ചിത്രങ്ങൾ എന്നിവ ചേർത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി ഉപഭോക്താവിന് നൽകണം. വായ്പ തിരിച്ചടവ് നടക്കാത്ത പക്ഷം ലേലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആവശ്യമായ സമയം നൽകണം. നോട്ടീസ് നൽകിയ ശേഷം 1 മാസം കഴിഞ്ഞാൽ മാത്രമേ ലേല നടപടി ആരംഭിക്കൂ.